വാഴും ദൈവമേ സ്തോത്രം, എന്നിൽ വാഴും ദൈവമേ നന്ദി. ശരീരത്തിൽ ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും മഹത്വത്തിൻ്റെ കർത്താവും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനുമാണ്. യേശു ക്രിസ്തുവിൽ രണ്ട് പ്രകൃതികളുണ്ട്, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും പറയാൻ കഴിയണം, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. A kind of personal subject. Against them the Fifth Ecumenical Council as Constantinople in 553 confessed that there is but one hypostasis, which is our Lord Jesus Christ, one of the Trinity. അവർക്കെതിരായി 553 കോൺസ്റ്റാന്റിനോപ്പിളിൽ സമ്മേളിച്ച അഞ്ചാം സാർവത്രിക സുന്നത്ത് പ്രഖ്യാപിച്ചു, ക്രിസ്തുവിൽ ഒരേ ഒരു ഉപസ്ഥിതി വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ത്രിത്വത്തിൽ ഒരുവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനാൽ അവിടുത്തെ മനുഷ്യപ്രകൃതിയിലുള്ളതെല്ലാം അതിൻ്റെ ശരിയായ കർത്താവ് സബ്ജക്റ്റ് ആയ അവിടുത്തെ ദൈവിക പ്രകൃതിയിലാണ് ആരോപിക്കേണ്ടത്. അവിടുത്തെ അത്ഭുതങ്ങൾ മാത്രമല്ല, അവിടുത്തെ പീഡാനുഭവവും മരണവും പോലും ദൈവിക വ്യക്തിയുടെ പ്രവൃത്തികളാണ്. ശരീരത്തിൽ ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും മഹത്വത്തിൻ്റെ കർത്താവും പരിശുദ്ധ ത്രിത്വത്തിലെ ഒരുവനുമാണ്. ഓക്കെ, ഇനി തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. ഇത് വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. റോമൻ ആരാധനാക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു, അവിടുന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി, അവിടുന്ന് എന്ത് അല്ലായിരുന്നുവോ അത് അവിടുന്ന് സ്വീകരിച്ചു. അവിടുന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി, അവിടുന്ന് എന്ത് അല്ലായിരുന്നുവോ അത് സ്വീകരിച്ചു. ക്ലിയറായില്ലേ? എന്തായിരുന്നു അവിടുന്ന്? ദൈവപുത്രൻ. അവിടുന്ന് എന്തല്ലായിരുന്നു? മനുഷ്യപുത്രനല്ലായിരുന്നു. അപ്പോൾ മനുഷ്യപുത്രനായപ്പോൾ ദൈവപുത്രത്വം പോയോ? ഇല്ല, ദൈവപുത്രത്വം നിലനിൽക്കുന്നു. അതാണ് ആ സബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതിൽ ക്രിസ്തുവിൽ ഒരേ ഒരു ഉപസ്ഥിതി വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ത്രിത്വത്തിൽ ഒരുവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനാൽ അവിടുത്തെ മനുഷ്യപ്രകൃതിയിലുള്ളതെല്ലാം അതിൻ്റെ ശരിയായ കർത്താവ് സബ്ജക്റ്റ് ആയ അവിടുത്തെ ദൈവപ്രകൃതിയിലാണ് ആരോപിക്കേണ്ടത്. അപ്പോൾ ഈ മനുഷ്യപ്രകൃതി എല്ലാം ഉണ്ടായത് എവിടെ നിന്നാണ്? ദൈവപ്രകൃതിയിൽ നിന്നാണ്. കാരണം ദൈവം ആരാണ്? സൃഷ്ടാവാണ്, ഇല്ലേ? ദൈവം ആണല്ലോ എല്ലാ മനുഷ്യൻ്റെയും സൃഷ്ടാവ്, ഇല്ലേ? അപ്പോൾ ആ സൃഷ്ടിയുടെ ദൈവത്തിൻ്റെ ആ സൃഷ്ടി പ്രവർത്തനത്തിലൂടെ തന്നെയാണ് യേശുക്രിസ്തുവിലെ മനുഷ്യപ്രകൃതിയും ഉണ്ടായത്. അങ്ങനെ അവിടുത്തെ അത്ഭുതങ്ങൾ മാത്രമല്ല, അവിടുത്തെ പീഡാനുഭവവും മരണവും പോലും ദൈവപ്രകൃതിയുടെ പ്രവൃത്തികളാണ്. പീഡാനുഭവവും മരണവും കണ്ടോ? അവിടുത്തെ പീഡാനുഭവവും മരണവും നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അവിടുന്ന് തൻ്റെ മരണത്തിലൂടെ മരണത്തെ ജയിച്ചു എന്ന്, തൻ്റെ മരണത്തിലൂടെ മരണത്തെ കീഴടക്കിയെന്ന്. അപ്പോൾ യേശുവിൻ്റെ മരണം എന്നത് അനന്തമായ ഒരു മരണമാണ്. അനന്തമായ മരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് എ വർക്ക് ഇൻ ദ ഇറ്റേണിറ്റി. അങ്ങനെ ദൈവം മരണത്തെ കീഴടക്കുകയാണ് ചെയ്തത്. കാരണം ദൈവത്തെ മരിപ്പിക്കാനോ ദൈവത്തിനെ കൊല്ലാനോ ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവത്തിനെ കൊല്ലാൻ പറ്റുമോ? പക്ഷെ ആ ദൈവം മരിക്കുകയാണ്. അങ്ങനെ ആ മരണത്തിലൂടെ ദൈവം ആ മരണത്തെ കീഴടക്കിക്കൊണ്ട്
മരണമില്ലാത്ത അവസ്ഥ, ആത്മീയമായ ഒരു അമർത്യത, കറക്റ്റ്, അമർത്യമായ അവസ്ഥ കൂടുതൽ ശക്തമാക്കുകയാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു. എന്തെന്നാണ് ആ മരത്തിൽ മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. അതിലൂടെ ദൈവം വീണ്ടെടുക്കുകയാണ് ചെയ്തത്, ഇല്ലേ? നമ്മൾ കുരിശിൻ്റെ വഴിക്ക് പ്രാർത്ഥിക്കുന്നത് എന്താ? ഈ കുരിശിൻ്റെ വഴിയിലൊക്കെ പ്രാർത്ഥനകളിൽ വലിയ രഹസ്യങ്ങളുണ്ട്. ഈ മനുഷ്യ വ്യക്തിത്വത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വേണ്ടി ക്രിസ്തു മരിക്കുന്നു. 469 തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. 469 തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. റോമൻ ആരാധനക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു: അവിടുന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി, അവിടുന്ന് എന്ത് അല്ലായിരുന്നുവോ അത് അവിടുന്ന് സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്തോമിൻ്റെ ആരാധനക്രമം പ്രഖ്യാപിക്കുന്നതും ആലപിക്കുന്നതും ഇങ്ങനെയാണ്: ഏകജാതനും ദൈവവചനവുമായവനെ, അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവും നിത്യകന്യകവുമായ മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിക്കാൻ തിരുമനസ്സായി ദൈവത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവേ, അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു. ഒന്നെല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞത്: അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്ത്. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം മഹത്വീകരിക്കപ്പെട്ടവനുമായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. ഇത്രയുമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർവചനം, ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് ദൈവപുത്രൻ എങ്ങനെ മനുഷ്യനാകുന്നു, ദൈവപുത്രൻ എങ്ങനെ മനുഷ്യനാകുന്നു. മനുഷ്യാവതാരം എന്ന രഹസ്യാത്മക യോജിപ്പിൽ, മിസ്റ്റീരിയസ് യൂണിയൻ, അവിടുത്തെ മനുഷ്യപ്രകൃതി എങ്ങനെയത്? ക്രൈസ്റ്റ് ഹ്യൂമൻ വിൽ 470. Because human nature was assumed, not absorbed. Human nature was assumed, not absorbed. In the mysterious union of the incarnation, the church was led over the course of centuries to confess the full reality of Christ's human soul with its operations of intellect and will and of his human body. Okay, human nature was assumed, not absorbed. അവിടുത്തെ മനുഷ്യപ്രകൃതി വിലയിപ്പിക്കപ്പെടുകയല്ല, ആദാനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഹ്യൂമൻ നേച്ചർ വാസ് അസ്യൂംഡ്, നോട്ട് അബ്സോർബ്ഡ്. അസ്യൂംഡ്, നോട്ട് അബ്സോർബ്ഡ്. ഇത് ഈ സത്യം ഗ്രഹിച്ച സഭ നൂറ്റാണ്ടുകളിലൂടെ ക്രിസ്തുവിൻ്റെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളോട് കൂടിയ മനുഷ്യാത്മാവിൻ്റെ പൂർണ്ണ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അവിടുത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും വിശദ പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ പ്രേരിതനായി. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ ദൈവിക വ്യക്തി, ആദാനം ചെയ്ത മനുഷ്യപ്രകൃതി ആ ദൈവിക വ്യക്തിയുടെ സ്വന്തമാണെന്ന് സഭയ്ക്ക്
അനുസ്മരിപ്പിക്കേണ്ടി വന്നു. ഒന്നുകൂടി വായിച്ചത്, അവിടുത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും വിശുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ പ്രേരിതനായി. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ ദൈവിക വ്യക്തി ആദാനം ചെയ്ത മനുഷ്യപ്രകൃതി ആ ദൈവിക വ്യക്തിയുടെ സ്വന്തമാണെന്ന് സഭയ്ക്ക് അനുസ്മരിപ്പിക്കേണ്ടി വന്നു. ഓക്കെ, ക്രിസ്തുവിൻ്റെ ദൈവിക വ്യക്തി ആദാനം ചെയ്ത അസ്യൂംഡ് അസംഷൻ. ഇപ്പം നമ്മൾ ഈശോ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു ഇല്ലേ? മാതാവോ മാതാവിൻ്റെ അപ്പോൾ ഒന്ന് സ്വർഗാരോഹണവും ഒന്ന് മാതാവിൻ്റെ എന്താ സ്വർഗാരോപണം. സോ അതിനെ അസംഷൻ എന്ന് പറയും ഇല്ലേ? അസംഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ട്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ അതിന് എന്നാൽ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടത് യേശുവിൽ പ്രവർത്തിക്കുന്ന സ്വന്തം ശക്തിയിലൂടെയാണ്. എന്നാൽ മാതാവ് തൻ്റെ സ്വന്തം ശക്തിയിലൂടെ അല്ല, ദൈവത്താലാണ് എടുക്കപ്പെടുന്നത്. സ്വന്തം ശക്തിയിലൂടെ അല്ല സ്വർഗത്തിലേക്ക് ഉയർത്തത് എന്ന പോലെ ഇപ്പോൾ ക്ലിയർ ആയത്. ഹ്യൂമൻ നേച്ചർ വാസ് അസ്യൂംഡ്. എവിടെയത് അവിടുത്തെ മനുഷ്യപ്രകൃതി ആദാനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതായത് അവിടുത്തെ മനുഷ്യപ്രകൃതി ഈ ദൈവപ്രകൃതിയാൽ എടുക്കപ്പെട്ടതാണ്, ദൈവപ്രകൃതിയാൽ രൂപപ്പെട്ടതാണ് അവിടുത്തെ മനുഷ്യപ്രകൃതി. ഈ സത്യം ഗ്രഹിച്ച സഭ നൂറ്റാണ്ടുകളിലൂടെ ക്രിസ്തുവിൻ്റെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളോടുകൂടിയ മനുഷ്യാത്മാവിൻ്റെ പൂർണ്ണ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അവിടുത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും വിശദ പ്രഖ്യാപനം നടത്തുവാൻ പ്രേരിതയായി. എന്താണത്? അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ ദൈവിക വ്യക്തി ആദാനം ചെയ്ത മനുഷ്യപ്രകൃതി ആ ദൈവിക വ്യക്തിയുടെ സ്വന്തമാണെന്ന് സഭയ്ക്ക് അനുസ്മരിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യപ്രകൃതി ആരുടെ സ്വന്തമാണ്? ക്രിസ്തുവിൽ തന്നെയുള്ള ദൈവിക പ്രകൃതിയുടെ സ്വന്തമാണ്. അപ്പോൾ ആ ദൈവിക പ്രകൃതി മനുഷ്യപ്രകൃതി ഈ ആരോപണം അല്ലേ, ആരോപണം ചെയ്യപ്പെട്ടു എന്ന പോലെ ക്രിസ്തുവിലുള്ള മനുഷ്യപ്രകൃതി ക്രിസ്തുവിലുള്ള ദൈവപ്രകൃതിയാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ആ മനുഷ്യപ്രകൃതി ഈ ദൈവപ്രകൃതിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. ആ മനുഷ്യപ്രകൃതി ദൈവപ്രകൃതിയുടെ സ്വന്തമാണ്. ഒന്ന് വായിച്ചേ. ആദാനം ചെയ്ത മനുഷ്യപ്രകൃതി ആ ദൈവിക വ്യക്തിയുടെ സ്വന്തമാണെന്ന് സഭ അനുസ്മരിപ്പിക്കേണ്ടി വന്നു. ഈ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നുവോ എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം ത്രിത്വത്തിലെ ഒരുവനിൽ ഉള്ളവയാണ്. തന്മൂലം ദൈവപുത്രൻ ത്രിത്വത്തിലെ തൻ്റെ അസ്തിത്വത്തിൻ്റെ വൈയക്തിക സ്വഭാവം തൻ്റെ മനുഷ്യപ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്നു. ക്രിസ്തു തൻ്റെ ശരീരത്തിലും ആത്മാവിലും ത്രിത്വത്തിൻ്റെ ദൈവിക രീതികൾ മാനുഷിക രീതിയിൽ പ്രകടമാക്കുന്നു. ഒന്ന് ഇംഗ്ലീഷിലൊന്ന് വായിക്കട്ടെ കേട്ടോ. Christ's human nature belongs as his own to the divine person of the Son of God, who assumed it. Everything that Christ is and does in this nature derives from one of the Trinity. ത്രിത്വത്തിലെ ഒരാളിൽ നിന്ന്. The Son of God therefore communicates to his humanity
his own personal mode of existence in the Trinity, in his soul as in his body. Christ thus expresses humanly the divine ways of the Trinity. തുടർന്ന് വായിക്കാം. The Son of God worked with the human hands, he thought with a human mind, he acted with a human will, and with a human heart he loved. Born of the Virgin Mary, he was truly been made one of us, like to us in all things except sin. 475 പോകാം. എന്നിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ക്രിസ്തുവിൻ്റെ മാനുഷിക മനസ്സ് 475. അതുപോലെ 6-ാം സാർവത്രിക സൂനകദോസിൽ സഭ ആധികാരികമായി പ്രഖ്യാപിച്ചു, ക്രിസ്തുവിനെ ദൈവികവും മാനുഷികവുമായ 2 മനസ്സുകളും പ്രകൃതികൾക്ക് അനുസൃതമായ 2 പ്രവർത്തനങ്ങളുമുണ്ട്. എന്നെല്ലാവരും വായിച്ച് ശബ്ദമുയർത്തി. ക്രിസ്തുവിനെ ദൈവികവും മാനുഷികവുമായ 2 മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളുമുണ്ട്. അവ അന്യോന്യം വിരുദ്ധങ്ങളല്ലെന്ന് മാത്രമല്ല, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവയുമാണ്. അങ്ങനെ അവതീർണ ദൈവവചനം നമ്മുടെ രക്ഷയ്ക്കായി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊത്ത് തൻ്റെ ദൈവിക പ്രകൃതിയിൽ എന്തെല്ലാം നിശ്ചയിച്ചുവോ അതെല്ലാം അവിടുന്ന് പിതാവിനെ വിധേയനായി പ്രവർത്തിച്ചുകൊണ്ട് മാനുഷികമായും നിശ്ചയിച്ചു. അവിടുത്തെ മാനുഷിക മനസ്സ് അവിടുത്തെ സർവശക്തനായ ദൈവിക മനസ്സിനെ എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പ്രത്യുത അതിന് വിധേയമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ക്ലിയർ അല്ലേ? ഇത് ഒന്നുകൂടി വായിക്കാമോ? ഒന്നുകൂടി വായിച്ചൊന്ന്. ക്രിസ്തുവിനെ ദൈവികവും മാനുഷികവുമായ 2 മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളുമുണ്ട്. എന്താണ് പ്രകൃതികൾ? ദൈവപ്രകൃതി, മനുഷ്യപ്രകൃതി. ദൈവപ്രകൃതിക്ക് അനുസരണമായ പ്രവർത്തികളുണ്ട്, മനുഷ്യപ്രകൃതിക്ക് അനുസരണമായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ലാസറിൻ്റെ വീട്ടിൽ എന്നിട്ട് പെണ്ണുങ്ങൾ കിടന്ന് കരയണമാതിരി കരയാൻ തുടങ്ങി ഇല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഒന്ന് നിശ്വസിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ചാനൽ മാറ്റിയ മാതിരിയാ ഇല്ലേ? ഒന്ന് നിശ്വസിച്ചുകൊണ്ട് എവിടെയാ അവനെ അടക്കിയിരിക്കണത് കണ്ടോ? ശരിക്കും പ്രകൃതി മാറിയപ്പോൾ, പ്രകൃതി മാറല്ല, അടുത്ത പ്രകൃതിയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാണ്. എവിടെ അവനെ അടക്കിയിരിക്കണേ? അപ്പോൾ ഒരു മനുഷ്യപ്രകൃതി പറയാണ്, എൻ്റെ കർത്താവേ അത് 3 ദിവസമായി ചീഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ അതൊന്നും ഇനി ഒരു പ്രശ്നമല്ല. എവിടെ അടക്കിയിരിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന്. ഇതാ ആ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നു. പിന്നെ സംഭവിക്കുന്നതെല്ലാം ആരുടെ പ്രവർത്തനമാണ്? ആരുടെ പ്രവർത്തനമാണ്? ദൈവിക പ്രവർത്തനമാണ്. അപ്പോൾ ഈ 2 പ്രവർത്തനങ്ങളും യേശുവിൽ കാണാൻ സാധിക്കുന്നു. ക്രിസ്തുവിന് ദൈവികവും മാനുഷികവുമായ 2 മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളും ഉണ്ട്. അവ അന്യോന്യ വിരുദ്ധങ്ങളല്ലെന്ന് മാത്രമല്ല, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവയുമാണ്. അങ്ങനെ അവതീർണ ദൈവവചനം നമ്മുടെ രക്ഷയ്ക്കായി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊത്ത് തൻ്റെ ദൈവിക പ്രകൃതിയിൽ എന്തെല്ലാം നിശ്ചയിച്ചുവോ അതെല്ലാം അവിടുന്ന് പിതാവിനെ വിധേയനായി പ്രവർത്തിച്ചു കൊണ്ട് മാനുഷികമായും നിശ്ചയിച്ചു. അപ്പോൾ ഈ ദൈവിക പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രേരണകളും പ്രവർത്തനങ്ങളും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ, പ്രവൃത്തി നടക്കുമ്പോൾ, അത് ഏതിലൂടെയാണ് പ്രവർത്തനം നടക്കുന്നത്? ഈ മനുഷ്യപ്രകൃതിയിലൂടെയാണ് നടക്കുന്നത്. കാരണം മനുഷ്യപ്രകൃതി ഈ ദൈവപ്രകൃതിയിൽ നിന്നും തമ്മിൽ ഒന്നാണല്ലോ. അത് രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവിക പ്രകൃതിയിലാണ് തീരുമാനമെടുക്കുന്നത്, നിശ്ചയം ഉണ്ടാകുന്നത്. പക്ഷെ പ്രവർത്തിക്കുമ്പോൾ ദൈവിക പ്രകൃതിയോടുള്ള പ്രവർത്തനം മാനുഷിക പ്രകൃതിയിൽ പ്രതിബിംബിക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്?
ആ മാനുഷിക പ്രകൃതിയെ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആരാ ഒളിഞ്ഞിരിക്കുന്നത്? ദൈവിക പ്രകൃതി. ആ ദൈവിക പ്രകൃതിയുടെ പ്രവർത്തനം അവിടെയുണ്ട്. ഇത് രണ്ടും ഒരു സിംഹണി, ഒരു ഹാർമോണിയായിട്ട് വളരെ സമന്വയിച്ച് പ്രവർത്തിക്കപ്പെടുന്നു. അവിടുത്തെ മാനുഷിക മനസ്സ് അവിടുത്തെ സർവശക്തമായ ദൈവിക മനസ്സിനെ എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ആ മാനുഷിക മനസ്സ് ദൈവിക പ്രകൃതിക്ക് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പ്രത്യുത അതിന് വിധേയമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്.